CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. CMRL എക്സാലോജിക് ഇടപാട് അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തിയേക്കും. CMRLിലേക്കും KSIDCയിലും പരിശോധന നടത്തിയ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയതാണ് എന്ന് SFIO പരിശോധിക്കുന്നുണ്ട്. ആർ റോഷിപ്പാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപ്പാൽ, അതിവേഗമാണ് SFIO ഉത്തരവിട്ടതിനു ശേഷം ഈ അന്വേഷണത്തിലേക്ക് കടന്നത്. ആദ്യം CMRL ഓഫീസിലേക്ക് എത്തുന്നു, അവിടെ നിന്നും അതിവേഗം KSIDCയിലേക്ക് എത്തുന്നു. അപ്പോൾ രണ്ട് കമ്പനികളുടെയും അന്വേഷണം അവർ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചു. ഇനി ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ കമ്പനി എക്സാലോജിക്കാണ്. ഇനി എക്സാലോജിക്കിലെ വീണ വിജയന്റെ മൊഴിയെടുക്കുകയാണോ SFIയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം? അരുൺ, നമുക്കറിയാം ഇന്നലെ KSIDC സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ ഈ SFIO ഉദ്യോഗസ്ഥർ അതിവേഗത്തിൽ തന്നെ എത്തി. കാരണം CMRLിലെ പരിശോധന 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. വലിയ സമയം കൊടുക്കാതെ തന്നെയാണ് അതിൻ്റെ തുടർ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നും വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ശേഖരിച്ചു. ഈ CMRLും KSIDCയും തമ്മിലുള്ള ഇടപാടുകളും CMRLിന് KSIDCയിൽ എത്രത്തോളം പരസ്പരമുള്ള സ്വാധീനം അതടക്കമാണ്. കാരണം നേരത്തെ നമുക്കറിയാം ROC റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് CMRLിൽ KSIDC വഴിയുള്ള മുഖ്യമന്ത്രിയുടെ സ്വാധീനം, ആ സ്വാധീനം വഴിയാണ് എക്സാലോജിക്കിൻ്റെ ഉടമയായ വീണ അവിടെ ഇത്തരമൊരു ധാരണയുണ്ടാക്കുകയും അവിടെ നിന്നും പ്രതിമാസം ഒരു തുക അക്കൗണ്ടിലേക്ക് എത്തിക്കുകയും ചെയ്തതെന്നാണ്. അത് കൃത്യമാണോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ ഏജൻസിയുടെ, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രധാന ചുമതല. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരമാവധി രേഖകൾ തുടക്കത്തിൽ ശേഖരിക്കുന്നത്. ആദായ നികുതി വകുപ്പിൽ നിന്നടക്കം രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞു. ബംഗളൂരുവിലേക്ക് ഇന്നലെ വൈകിട്ടോടെ മടങ്ങി. ഇനി ഇതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ എക്സാലോജിക്കിൻ്റെ ഉടമയായിരുന്ന വീണ വിജയന് നോട്ടീസ് അയക്കേണ്ടി വരും. നോട്ടീസ് അയച്ചാകും ഒരുപക്ഷെ മൊഴി രേഖപ്പെടുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരിക്കും അത്. ഈ എക്സാലോജിക്ക് ഉൾപ്പെടെ ഈ CMRLിൽ നിന്നും പണം വാങ്ങിയ ആളുകളിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. 8 മാസം അന്വേഷണം പൂർത്തിയാക്കാൻ സമയമുണ്ടെങ്കിലും അതിവേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നീക്കം SFIOയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നടന്ന പരിശോധനകൾ. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഇനി വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ശേഖരിച്ച വിശദാംശങ്ങൾ അത് വിലയിരുത്തണം, അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയും വേണം. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സമരം നടത്തുന്നതിന് തലേന്നാണ് ഇത്തരമൊരു പരിശോധന സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ നടത്തിയത് എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനൊന്നും SFIO ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പക്ഷേ അതിവേഗത്തിൽ തന്നെ ഇതിൻ്റെ നീക്കങ്ങൾ, തുടർ നീക്കങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SFIO നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺകുമാർ. SFIOയുടെ അന്വേഷണത്തിലേക്ക് ഇനി എക്സാലോജിക്ക് കൂടി എത്തുമ്പോൾ, വീണ വിജയൻ കൂടി എത്തുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തീരുകയും ചെയ്യും.